ഗുഡ് മോർണിംഗ് മൂസാക്കയാണ്. എന്റെ പൊന്നെ, എനിക്ക് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ സത്യസന്ധമായി പറയാലോ, എന്നോട് ദേവീതാർക്കും ഒരു വിരോധവും തോന്നരുത്. ഇതെങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോകത്തക്ക രീതിയിലുള്ള അരോചകമായിട്ടുള്ള കോണ്ടന്റുകളാണ് ഈ നിവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഇവിടെ പലപ്പോഴും നിവിന്റെ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ് പുറത്ത് വന്ന ഞാൻ കണ്ടന്റുകളൊക്കെ ഞാൻ കാണുമ്പോഴത്തേക്ക് ലാലേട്ടനോട് സംസാരിക്കുമ്പോഴായിക്കോട്ടെ, ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോൾ ആയിക്കോട്ടെ, വിവരക്കേടുകൾ എഴുന്നള്ളിക്കുന്നതിനെ എന്റർടൈൻമെന്റ് ആയിട്ട് പലപ്പോഴും ആഘോഷിക്കുകയാണ്. രാവിലെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതിനെ എന്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങൾ ആഘോഷിക്കുകയാണ്. ഇവ മണ്ടൻ കളിക്കുകയാണോ അത് ഒറിജിനൽ മണ്ടനാണോ? ഇതൊരു അഭിനയമല്ല, ഇതൊരാളുടെ റിയൽ നേച്ചർ ആണെന്ന് ആലോചിക്കുക. അപ്പൊ ആ റിയൽ നേച്ചർ ഇയാൾ കാണിക്കുന്ന വിവരക്കേട് ഒരു ഭാഗത്ത് നിൽക്കും. എന്താ നിന്റെ ഉദ്ദേശം? ഈ ക്യാപ്റ്റൻസി ടാസ്കുമായി ബന്ധപ്പെട്ട് കയറ് പിടിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ അനുമോളെയും സാബുമാനെയും ഒക്കെ ഈ നമ്മുടെ നിവിൻ അടുക്കളയിൽ വെച്ച് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സീൻ ഞാൻ കണ്ടു. പ്രവൃത്തിയും പറച്ചിലൊക്കെ കണ്ടാൽ എന്നോടെന്തോ ശത്രുതയുണ്ടെന്ന് തോന്നുന്നല്ലോ. സീരിയസ്ലി സത്യം പറഞ്ഞാൽ എനിക്ക് ആ കണ്ടന്റിൽ നിവിൻ അവിടെ കിടന്ന് കാണിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവന്റെ കഴുത്തിൽ ആ കയറ് വരിഞ്ഞു മുറുകി ഇവനെ വലിച്ചെടുത്ത് വെളിയെറിയണം എന്ന് ആ അകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു തോന്നണമായിരുന്നു. ആ കയർ ഒരെണ്ണം എന്റെ കയ്യിലായിരുന്നെങ്കിൽ എന്ന് ആ നിമിഷം നമുക്ക് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വന്നു. എന്ത് അരോചകമാണ്. ഇവിടെ വന്ന് കയറിയപ്പോ മുതൽ ഓങ്ങി വെച്ചതാ ഞാൻ ഒരെണ്ണം നിനക്കിട്ട് പൊട്ടിക്കാൻ. വേറെ 3 മത്സരാർത്ഥികൾക്കായിട്ട് കൊടുത്തേക്കുന്ന ഒരു ടാസ്കിനകത്ത് കിടന്ന് കയറിയിട്ട് അവനെ നോമിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ നോമിനേഷനിൽ സാബുമാൻ വന്നില്ല എന്ന ചില കാരണങ്ങളെ വെച്ചുകൊണ്ട് ഇത്തരം നെറികെട്ട രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മറ്റുള്ള മത്സരാർത്ഥികൾ, അതായത് നിരന്തരം അനുമോള് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിവിനോട് പറയുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇതേപോലെ ആക്ട്. അപ്പൊ ഇത്തരം ഒരു മത്സരാർത്ഥിയെയൊക്കെ എങ്ങനെ സഹിക്കുന്നു, പ്രേക്ഷകർ ഇവരെയൊക്കെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് എനിക്ക് തീരെ മനസ്സിലാവുന്ന കാര്യമല്ല. ഓഹോ, അത് ശരി, ഇപ്പൊ മനസ്സിലായി.